അതിൽ കഴിഞ്ഞ ദിവസം ജയറാമിനെയും കൽപേഷിനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ജയശ്രീയും ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാമെന്നാണ് ഇഡി കരുതുന്നത്. കാരണം മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇഡി അന്വേഷണം ഇനി ഏത് രീതിയിലാണ് നീങ്ങുന്നത്? കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കീർത്തന പറഞ്ഞതുപോലെ ജയറാമിനെയും കൽപേഷിനെയും ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊഴികൾ വിശദമായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും ഇഡി വിളിപ്പിച്ചേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയാണ് ഈ ആഴ്ച ചോദ്യം ചെയ്യാൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഏതായാലും ജയശ്രീ, ശ്രീകുമാർ, മുരാരി ബാബു എന്നിവരെ നേരത്തെ ഇഡി ചോദ്യം ചെയ്തിരുന്നതാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സാമ്പത്തിക തിരിമറികളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇഡി നടത്തുന്നത്. ഈ അന്വേഷണം ഏകദേശം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വിളിച്ചു വരുത്താനുള്ള നീക്കമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ജയറാമിന്റെയും കൽപേഷിന്റെയും ചോദ്യം ചെയ്തിരിക്കുന്നു. അതിന്റെ മൊഴികൾ പരിശോധിച്ച ശേഷം അവരെ വീണ്ടും വിളിപ്പിക്കണോ എന്ന കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. ഈ ആഴ്ച തുടർച്ചയായി ഈ ഇഡി കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതികളെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയും കാണുന്നു. വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ടി വി പ്രസാദും